ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊലച്ചോറൂട്ടിയിട്ട് എന്റെ അമ്മയുടെ ചിതയുടെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്, ചിരിക്കരുത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ എല്ലും ചതയും ഭസ്മമാക്കുന്നത് വരെ ഈ അഗ്നി അണയില്ല. വേണ്ട. ഹലോ മിസ്റ്റർ ശർമ്മ, പ്ലീസ് കം, പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു. ഹൗ ആർ യു? ഐ ആം ഫൈൻ. നൈസ് ടു ഹിയർ ദാറ്റ്. അന്വേഷണ റിപ്പോർട്ട് വീണ്ടും തയ്യാറാക്കി സമർപ്പിക്കാൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് ആവശ്യപ്പെട്ടെന്ന് കേട്ടു. ഐ ആം ഹാപ്പി. അത്രയ്ക്ക് അങ്ങനെ ഹാപ്പി ആവണ്ട. ഇനി അത് സമർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പ്രൈം മിനിസ്റ്ററുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. റിപ്പോർട്ട് കത്തിച്ച ചാരം ഗംഗയിൽ ഒഴുക്കി 3 വട്ടം ഞാനൊന്ന് മുങ്ങി പൊങ്ങി. ജനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ മണ്ണിലൊഴുക്കുന്ന ചോരയ്ക്ക് ഒരു സാധാരണക്കാരന്റെ പ്രായച്ചിത്തമാകട്ടെ എന്ന് കരുതി. പക്ഷേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിൽ. ഈ സൊസൈറ്റിയെ ഒന്നുണർത്താൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആകുമായിരുന്നു അത്. ഷോക്ക് ട്രീറ്റ്മെന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എ ബുക്ക്, ദ ബ്ലീഡിംഗ് നേഷൻ ബൈ ടി.എൻ. ശർമ്മ. അതൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇവനൊക്കെ കൗബീനം വരെ അഴിച്ചു വെച്ച് നടുറോഡിലൂടെ നടക്കുന്ന നമുക്ക് കാണാം. അതിന്റെ റോയൽറ്റി ഒരു വെടിയുണ്ടാണെന്ന് എനിക്കറിയാം. മിസ്റ്റർ ശർമ്മ, അങ്ങനെ ഒന്നും പറയരുത്. അങ്ങനെ പറയൂ, അങ്ങനെ ഇവിടെ സംഭവിക്കൂ. ഞാനിപ്പോ വന്നത് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാനാ. അംബികാരത്നം മർഡർ കേസിലുണ്ടായ വിധി എന്തോ എനിക്കത്ര തൃപ്തികരമായി തോന്നിയില്ല. തെളിവുകളെല്ലാം സിദ്ധാർത്ഥയ്ക്കെതിരാണ്. പക്ഷെ അയാളുടെ പേരിൽ കുറ്റം ചുമത്തപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് കോടതികള് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പാർട്ടിയിൽ നിന്ന് അയാൾ വിഘടിച്ചു നിന്നത് അക്രമരാഷ്ട്രീയത്തിന്റെ പേരിലാണെന്ന് ഓർക്കണം. മൃഗീയമായി കൊല ചെയ്യപ്പെട്ട അരവിന്ദൻ എന്ന ചെറുപ്പക്കാരന്റെ പേരില് അയാൾ പാർട്ടിയിൽ ഉയർത്തിയ പോർക്കൊടി, നേതൃത്വത്തിനെതിരെ അയാൾ നയിച്ച പദയാത്ര, അതുമൂലം പാർട്ടിക്കുണ്ടായ ആഘാതത്തിന് പ്രതിഫലമായി അയാളുടെ തലയിൽ കെട്ടിവെച്ചതാണ് ഈ കൊലക്കുറ്റം എന്നെനിക്ക് തോന്നുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ CBI എൻക്വയറിക്ക് വേണ്ടി അയാളുടെ അമ്മ കയറിയിറങ്ങാത്ത പടവുകളില്ല. പക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആ എൻക്വയറി അനുവദിച്ചില്ല. എന്തുകൊണ്ട്? സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ. വിളിച്ചാ കേൾക്കുന്ന അകലത്തിൽ ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. യുവർ ലോർഡ്ഷിപ്പ്, ഏതിരിട്ടിലും വെളിച്ചവുമായി വരുന്ന അങ്ങ് അത് കണ്ടെത്തണം. मेरे प्यारे भाइयों और बहनों, मैं पूछना चाहता हूं कि क्या हमारे देश में फैली हुई विनोदी राजनीति को जग से उठाकर फेंकना है ना? रिटायर्ड जस्टिस शर्मा के साथ हुई दुर्घटना से मुझे और मेरी पार्टी को बेहद अफसोस है. हमें याद रखना चाहिए कि जस्टिस शर्मा केस में हमने ही पार्लियामेंट में कमीशन देखा है. मैं चाहता हूं कि जस्टिस शर्मा बिल्कुल नाराज न हो और वे अपनी रिपोर्ट एक बार फिर तैयार करके गवर्नमेंट को दे दो. इन्होंने राजनीति से मुक्ति और हमारा राष्ट्र की प्रगति सिर्फ हमारा पार्टी से ही होगा, सिर्फ हमारा पार्टी से. रिमेंबर, दिस इज द ओनली वन पार्टी which can save the country. സർ, ഉച്ചയ്ക്കത്തെ ന്യൂസിൽ സുപ്രീം കോടതി ശരിവെച്ച സിദ്ധാർത്ഥ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ CBI ഏൽപ്പിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേക താല്പര്യമാണ്. कनेक्ट मी टू PM. बोलो जेके भाई. आई एम वेरी सॉरी टू हियर टुडेस न्यूज़. आपको छोड़कर सुप्रीम कोर्ट ने ऐसा डिसीजन कैसे ले लिया? देखो, वो हमारे फैसले को भी रद्द कर सकते हैं. तुम्हें ये मालूम नहीं? हमें उनका फैसला मानना पड़ेगा. कोर्ट डिसीजन के ऊपर हम कुछ न कुछ नहीं करेगा तो पार्टी का सत्यानाश हो जाएगा. आई वार्न यू. शांति रखो जेके, हम इसके बारे में सोचेंगे. പ്രായോഗിക ഡെമോക്രസിയിൽ സിസ്റ്റം ഉണ്ടാക്കുന്നത് പാർട്ടിയാണ്. ദാറ്റ് മീൻസ് ജനങ്ങളെ ഭരിക്കുന്ന പാർട്ടി. ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യത അവർക്കുണ്ട്. അന്വേഷണം വരട്ടെ. ആരെ എങ്ങനെ ഒതുക്കണമെന്ന് നാം തീരുമാനിക്കും. ജുഡീഷ്യറിക്ക് മേൽ പാർട്ടിയുടെ സുപ്രീമസി ഉറപ്പിച്ചില്ലെങ്കിൽ അത് അപകടമാണെന്ന് എനിക്കും തോന്നുന്നു. ഇത്തരം ചിന്തകൾ അപകടകരമല്ലേ? ഈ രാജ്യത്ത് ഇനിയും ജനവിശ്വാസം നഷ്ടപ്പെടാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ജുഡീഷ്യറി. വടക്കനധികം സംസാരിക്കണ്ട. ധർമ്മൻ, കേസ് അന്വേഷിക്കുന്ന ഓഫീസർ ആരാന്ന് കണ്ടുപിടിക്കൂ.
बोलो। बात यह है, क्या है? डायरेक्टर साहब आपसे मिलना चाहते हैं। हाँ ठीक है, मैं अभी आ रही हूँ। How is it possible? In this kind of matters? No, I have my own reservations. I don't think I'll be able to help you. Good morning, everybody. मॉर्निंग मैडम। Good morning, sir. Good morning. Long time since I've seen you. Thank you. How are you, my iron butterfly? Fine. Can I get you a cup of tea? No, thank you. അഖില, ഇനിയുള്ള നാളുകൾ ഈ രാജ്യത്തിന്റെ കണ്ണുകൾ നിന്നിലായിരിക്കും. എനിക്ക് മനസ്സിലായില്ല സർ. പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം നീ ഏറ്റെടുക്കുന്നു. The sensational case of young Turk Siddhartha. ഒരു CBI എൻക്വയറിക്ക് അയാളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നേരത്തെ ശ്രമിച്ചതാണ്. പൊളിറ്റിക്കൽ ലെവലിൽ ആ റിക്വസ്റ്റ് തള്ളപ്പെട്ടു. Now it's the turn of the judiciary. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെടുന്ന ആദ്യത്തെ കേസാണിത്. And you know what it means? We got a tremendous responsibility in our hands. കോടതികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിൽ പുതുതായി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ? That's for you to investigate. But one thing, സുപ്രീം കോടതിന്റെ കീൻ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഈ കേസിന്റെ ജെനുവിനിറ്റിയിൽ എനിക്ക് വിശ്വാസം തോന്നുന്നു. പിന്നെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് കേസസ് നിനക്കൊരു ത്രില്ലാണല്ലോ. I'm sure you'll take up the challenge. Yes, sir. Provided. അങ്ങ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ. Oh yes. Why me alone? The entire CBI machinery is at your disposal. Good morning. Hello, Mr. Young Turk. Good morning. I'm Akhila from CBI. ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. You have to cooperate with me. എന്റെ ജീവപര്യന്തം കൊലക്കാരാക്കാനോ? എനിക്ക് നിങ്ങളുടെ അന്വേഷണം ആവശ്യമില്ല. നിങ്ങളുടെ CBI-യിലും കോടതിയിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല. I hate the system. Cheats. Hypocrites. But I want to save you. ഈ താല്പര്യം ഇപ്പൊ എവിടെ നിന്നുണ്ടായി? ഞാൻ സംശയിക്കുന്നു. Tell me, what is your motive? You want to save me or hang me? Oh God, please. Get out. You look pretty. Beautiful. എന്റെ മുന്നിൽ നിൽക്കരുത്. Get out. Get out! ജയ് ശക്തി, ജയ് ശിവ. നോ സോമേന്ദ്രജി, ചരാചരങ്ങളുടെ സൗഖ്യത്തിനായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരു എളിയവൻ. ജയ് ശക്തി, ജയ് ശിവ. സോമേന്ദ്രജി ഇരുന്നാട്ടെ. ഇന്ന് പ്രഭാത ധ്യാനവേളയിൽ നമുക്കൊരു ദർശനം. അഗ്നിയിൽ ഒരു ചിത്രശലഭത്തിന്റെ കണ്ണുനീർ. സൂര്യനെ ഗ്രഹിക്കാനെടുക്കുന്ന രാഹുവിനെ പോലെ അപശകുനത്തിന്റെ ഒരു നിഴൽ കുഞ്ഞിനെ ആവേശിക്കുന്നത് നാം ഒന്ന് കണ്ടു. ഏറ്റെടുത്ത സത്യാന്വേഷണ ദൗത്യത്തിന് അശുഭകരമായ ഒരു അന്ത്യം. ചിലപ്പോൾ അഖിലാണ്ടയ്ക്ക് ഉയിരിന് തന്നെ ആപത്ത്.
സോമേന്ദ്രജി, ഭയപ്പെടണ്ട. കുരുക്ഷേത്രത്തിൽ കാലിടറിയ അർജുനനെ തുണയ്ക്കാൻ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിയില്ലേ? കുട്ടിക്ക് എന്റെ അനുഗ്രഹങ്ങളുണ്ടാവും. ഓ ശിവ. ജയ് ശക്തി, ജയ് ശിവ. ഭഗവത് പ്രസാദം. കർമ്മങ്ങളിൽ കരുതി ചുവടുവയ്ക്കാൻ ഒരു രക്ഷ. തപോവനത്തിൽ കന്യകൾക്കും പ്രവേശനമുണ്ട്. ഇടയ്ക്ക് അഖിലാണ്ട അതുവഴി വരിക. ജയ് ശക്തി, ജയ് ശിവ. ഓം ശിവായ നമഃ. സോമേന്ദ്രജി, പ്രണാമം. സ്വാഗതം ഭവതി. ക്ഷണിച്ചപ്പോൾ ഇത്ര വേഗം നമ്മുടെ തപോവനത്തിലേക്ക് വരുമെന്ന് നാം കരുതിയില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവളാണ് ഞാൻ. കാലിടറാതിരിക്കാൻ സമ്മാനിച്ച രക്ഷ ഞാൻ ഭഗവാന് തിരിച്ചു നൽകുന്നു. ഉദാത്തമായൊരു നിമിത്തമാണ് നാം നിനക്ക് തന്ന ഈ പ്രസാദം. നിരസിക്കും മുൻപ് ഒരു വട്ടം കൂടി ആലോചിക്കൂ. പ്രലോഭനങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കില്ല. ഏതോ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിക്ക് വേണ്ടി അങ്ങ് നടത്തിയ ഹീനതന്ത്രം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഖദറും കാവിയും കൂട്ടിക്കെട്ടി എന്തിനീ അവിഹിതം? അങ്ങേക്കെന്തിനീ രാഷ്ട്രീയം? രാഷ്ട്രീയവും മതവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് കുട്ടി. വസിഷ്ഠനും വിശ്വാമിത്രനും നടന്ന വഴിയിലൂടെ നാമും സഞ്ചരിക്കുന്നു. എന്റെ പ്രസിഡന്റ് പരമശിവനും മന്ത്രി സാക്ഷാൽ ഭഗവതിയുമാണ്. എന്റെ പ്രസിഡന്റ് സത്യവും, മന്ത്രി മനസാക്ഷിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കാനുള്ള വക്കാലത്തുമായി ഇങ്ങോട്ട് വരരുതെന്ന്. എനിക്കിതിൽ നിന്ന് മോചനം ആവശ്യമില്ലെങ്കിൽ then why the hell are you here? Get lost! രോഗിയായ അമ്മ, മകന് വേണ്ടി കയറിയിറങ്ങിയ പടവുകൾ, അവരുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ, മകന്റെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് നേരിട്ട ദാരുണമായ അന്ത്യം. നിങ്ങൾ ചൊടിക്കുന്നതിന്റെ വികാരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രത്യാശയുടെ വെളിച്ചം കടന്നു വരുമ്പോ അതിനെതിരെ മുഖം തിരിക്കരുത്. എനിക്ക് നിങ്ങളോട് എന്ത് താല്പര്യം? ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അക്രമികൾ അടിച്ചു തളർത്തിയ കാലുമായി റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മ കോടതിയുടെ ഇടനാഴികളിൽ നിങ്ങൾക്ക് വേണ്ടി അലഞ്ഞത് എന്തിന്? നിങ്ങളെപ്പോലെ എറിഞ്ഞുടയ്ക്കപ്പെട്ട അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദുഷിച്ചൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഹോമിക്കപ്പെടുന്ന മനുഷ്യത്വത്തെ തുറന്നു കാട്ടാൻ ഒരാഗ്രഹം. എന്റെ മുക്തി നിങ്ങളിലൂടെ അല്ലെന്ന് എനിക്കറിയാം. JK എന്ന കള്ള നാണയത്തെ തുറന്നു കാട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? Can you? If you cooperate. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സ് പഠിച്ചിറങ്ങിയ ഞാൻ ഒരു IAS സ്വപ്നവുമായി അലയുകയായിരുന്നു. എന്റെ രാജ്യത്തിന്റെ പൈതൃകങ്ങളുടെ അസ്ഥിവാരത്തിൽ പടുത്തുയർത്തുന്ന ഒരു പുതിയ ഇന്ത്യയായിരുന്നു എന്റെ മനസ്സിൽ. ഇന്ത്യയുടെ ആധുനികത ഗ്രാമ സ്വയംഭരണത്തിലൂടെ എന്ന JKയുടെ മുദ്രാവാക്യം എന്നെ പീപ്പിൾസ് പാർട്ടിയിലെത്തിച്ചു. പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ ഞാൻ ഒരിക്കൽ കേരളത്തിൽ പര്യടനം നടത്തി. അന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത
ആത്മപീഡനത്തിന്റെ ഒരു സമരമുഖത്തിന് ഞാൻ സാക്ഷിയായി. താപനിലയത്തിന്റെ പണി ഉടൻ തുടങ്ങാമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കണം. നേതാവിന്റെ ഉറപ്പ് അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ട് വെച്ചാൽ മതി. നാടുതോറും നടന്ന് ശിലാസ്ഥാപനവും നടത്തി കയ്യും കഴിച്ച് വണ്ടി കയറി പോകുന്ന തന്നെ പോലുള്ള ഊത്തു നേതാക്കന്മാരുടെ മുഖത്തെ കാക്കിട്ട് തുപ്പണം. വരുന്ന ഇലക്ഷന് മുമ്പ് വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഈ കല്ലിട്ടോണ്ട് കൈവിട്ടുമെന്ന് തന്റെ വലിയ നേതാവിനോട് പോയി പറഞ്ഞേരെ. താപനിലയത്തിന് വേണ്ടി കഴുത്ത് വരെ മണ്ണിൽ മൂടി നിന്ന് സമരം ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ ജനങ്ങളെ കണ്ടില്ലെന്നടിക്കുന്നത് ശരിയാണോ സാർ? സാറിട്ട തറക്കല്ലിൽ ജനം കാർക്കിച്ച് തുപ്പുന്നത് കണ്ടപ്പോ എനിക്ക് ലജ്ജ തോന്നി. പത്രങ്ങളിലൂടെ പ്രഖ്യാപനങ്ങളുടെ ഇടിമുഴക്കം കേട്ട് ജനം മടുത്തു. എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പണി തുടങ്ങാൻ കഴിയുന്നില്ല? പരിചയസമ്പന്നരായ ഫോറിൻ കമ്പനികൾ ഇതിൽ പങ്കാളികളാവാൻ സമ്മതിച്ചതല്ലേ? ലോക ബാങ്ക് വായ്പ നൽകാമെന്ന് എഗ്രി ചെയ്തതല്ലേ? താപനിലയത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലേ? എന്നിട്ട് ഒരു ഉത്തരമേ ഉള്ളൂ. തൽക്കാലം നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. നാടിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പണമില്ലെന്ന പഴയ പല്ലവി പാടരുത് സർ. अरे बेटी जोगे साहब जो कुछ कहा था वो सच है. अपना खजाना खाली है. तुम चुप रहो. तू जैसा सारा आदमियों को जनता का दिल पता नहीं. വെറുതെ വായിൽ സുരുട്ടും തള്ളി കയറ്റിയേ കാര്യം അറിയാതെ കൊണവണ അടിക്കരുത്. ധർമ്മൻ, തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും MP-മാരെ MLA-മാരെയും കുതിര കച്ചവടം നടത്താനും രാഷ്ട്രീയക്കാർ വാരി പറത്തുന്ന കോടികളിൽ ഒരംശം പോരെ സാർ ഇതുപോലെ 10 താപനിലയം ഉണ്ടാക്കാൻ? അതെങ്ങനെ പണി തുടങ്ങാനാ? കല്ലിട്ടപ്പോഴേ തുടങ്ങിയില്ലേ? ഹാ മരമേ ഹോ മരമേ കവികളുടെ കൂട്ടരോധനം. മാങ്കുഴി സാർ നടുക്കടലിൽ പോയി 500 വട്ടം മുങ്ങിക്കുളിക്കണം അവരെഴുതുന്നത് പോലെ ഒരു വരി എഴുതാൻ. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വേണം പദ്ധതി നടപ്പാക്കാൻ. അതിന് പറ്റിയ സ്ഥലം കണ്ടെത്തണം. ഇതിനൊക്കെയുള്ള മനസ്സുണ്ടായാൽ മതി. അതിനുള്ള മനസ്സ് പാർട്ടി നേതൃത്വത്തിൽ ഇല്ലെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം സർ, കാര്യങ്ങൾ ഒച്ചിന്റെ വേഗത്തിൽ ഇഴയുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. അംബിക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പറഞ്ഞതിൽ എന്താ സാർ തെറ്റ്? സാറ് നമ്മുടെ സ്റ്റേറ്റിൽ പോയി ഒരു 4 ദിവസം താമസിക്കണം. എങ്കിലേ ജനങ്ങൾ കറണ്ടില്ലാതെ കഷ്ടപ്പെടുന്ന സാറിന് മനസ്സിലാവും. അല്ല, നമ്മളെ പോലുള്ള രാഷ്ട്രീയക്കാർ അങ്ങോട്ട് ചെന്നാ താമസിക്കുന്നത് രാജ്ഭവനിലും മന്ത്രിമന്ദിരങ്ങളിലും ഒക്കെ അല്ലേ? അവിടെ കറണ്ടിനും വെള്ളത്തിനും ഒരു ക്ഷാമമില്ലല്ലോ സാർ. സാർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. നമ്മുടെ സംസ്ഥാനം ഇരുട്ടിലാവുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. നാടിന്റെ വ്യവസായ മേഖല സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു. പദ്ധതിയുടെ ഫസ്റ്റ് ഫേസെങ്കിലും പൂർത്തിയാക്കിയാൽ 400 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നിനക്കറിവുണ്ട്, പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ നീ ഇന്നും ഒരു ശിശുവാണ്. ഈ പറഞ്ഞതിലെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. ഞാൻ അവിടെ കല്ലിടുമ്പോൾ ഭരണം നമ്മുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ താപനിലയം കൊടുത്താൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ എതിർകക്ഷിയായിരിക്കും. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് താപനിലയം കൊണ്ടുവരാനാകാത്തതിന്റെ പേരിൽ ജനങ്ങൾ അവരെ വെറുക്കണം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് വരെ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകുക എന്നതായിരിക്കണം നമ്മുടെ തന്ത്രം. ഇത് മൃഗീയമാണ് സാർ. ഞാനൊന്ന് പ്രവചിക്കട്ടെ. സാർ എന്നേക്കുമായി ഈ പദ്ധതിക്ക് ചരമക്കുറിപ്പ് എഴുതുകയല്ലേ? താനെന്തോ പറഞ്ഞേ? കോസ്മോസ് ഇൻകോർപ്പ് എന്ന നിലവാരം കുറഞ്ഞ കമ്പനിയുമായി കരാർ ഒപ്പിടാൻ നമ്മുടെ പാർട്ടിയിലെ ചിലരുടെ സ്ഥാപിത താല്പര്യമല്ലേ സാർ ഈ പദ്ധതിയുടെ പണി തുടങ്ങാൻ താമസം? സിദ്ധാർത്ഥ് മാഫി മാംഗോ. 4-3-7 ദിവസമായില്ല പാർട്ടി വന്നിട്ട്. നേതാവിന്റെ സൂത്രത്തെ പിടിച്ച് കിളികിളി ഉന്നയിച്ച ഈ ആരോപണം സിദ്ധാർത്ഥ പിൻവലിക്കണം. താപനിലയത്തിന്റെ പേരിൽ പാർട്ടി ഊതി കത്തിച്ച പ്രാദേശിക വികാരം ഒരു കാട്ടുതീയായി പടരും. അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് പാർട്ടി നേതൃത്വത്തിനുണ്ട്. പാർട്ടി വളർന്ന് നിന്നെ പോലത്തെ മിന്നാമിനുങ്ങളുടെ വട്ടത്തിലല്ല. വിമർശനങ്ങൾ മടക്കി വെച്ച് മര്യാദയ്ക്ക് പാർട്ടി നേതൃത്വത്തെ അനുസരിക്കാൻ നോക്ക്.